ഹായ് ഗൈസ്, മല്ലു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമാറ്റിക് പേസ്റ്റ് ഫില്ലിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ തിക്നെസ് കൂടിയ ലിക്വിഡ്സ്, നമ്മുടെ പേസ്റ്റുകൾ അല്ലെങ്കിൽ ജാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെക്കുന്ന ഹൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രമ്മിലാണ് നമ്മുടെ പേസ്റ്റോ അല്ലെങ്കിൽ ലിക്വിഡ് എന്താണോ അത് വരുന്നത്. പിന്നെ ഈ ഒരു നോസിലൂടെ അത് താഴോട്ട് വന്ന് അത് ഫില്ല് ചെയ്യും. പിന്നെ ഇപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും പിന്നെ ഇവിടെ ഒരു ബാർ ഒരു ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് 3 വേരിയൻസ് ഉണ്ട്: ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, മാനുവൽ, പിന്നെ നമുക്ക് പ്രസ് ചെയ്ത് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാഡുള്ള ഒരു മെഷീനുണ്ട്. അപ്പോൾ ഈ 3 വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഞെക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ഫില്ലാവും. അപ്പോൾ അങ്ങനെയാണ് ന്യൂമാറ്റിക് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹാൻഡിൽ ഞെക്കുമ്പോഴാണ് അത് ഫില്ല് ആകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വേരിയൻ്റ് നമുക്കിപ്പോൾ ഇതാണ് ഇലക്ട്രിക്. നമ്മളിത് ഞെക്കുമ്പോഴേക്കും അത് ആ ഒരു പ്രസ് ചെയ്യുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാകും. അപ്പോൾ ഇതിൻ്റെ കേസിലും ഇത് ആ ഒരു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ നോസിലൂടെ വരും. അതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഡ്രമ്മിലാണ് ലിക്വിഡ് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു 3 എണ്ണത്തിൻ്റെയും വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ന്യൂമാറ്റിക് പേസ്റ്റ് ഫില്ലറിൻ്റെ 3 വേരിയൻ്റ്. ഇത് ഒന്ന് ഈ പാഡ് ഞെക്കി ചെയ്ത് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഒരു സെമി ഓട്ടോമാറ്റിക്, പിന്നെ മാനുവൽ മോഡൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലോട്ട് തരുന്നതായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേസ്റ്റ് അല്ലെങ്കിൽ ജാം ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ്ലി ഫില്ലിംഗ് ഒക്കെ നടത്താനായിട്ട് ഈ ഒരു മെഷീൻ വഴി നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഇതിനകത്തൊരു ഗുണം വരുന്നത്. പിന്നെ ഈ ഒരു വേരിയൻറ്റ് നിങ്ങളുടെ ഇപ്പോൾ ചെറിയ രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മാനുവൽ മോഡിലോട്ട് നമുക്ക് പോകാം. പിന്നെ കുറച്ചുകൂടെ ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ആ ഒരു പാഡുള്ള സാധനം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വേരിയൻറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വലിയ ലാർജ് വേർഷനുണ്ട്. ലാർജ് വേർഷനാണ് നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ അതും ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തിരിക്കുന്നതാണ്, ഇതാണ് ഏറ്റവും വലിയ നമുക്ക് ലാർജ് എമൗണ്ട് നമുക്ക് ഇതൊക്കെ ഉള്ളപ്പോഴേക്കും ഒത്തിരി പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഈ ഒരു മെഷീൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു മെഷീൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ജാം ബിസിനസ് അല്ലെങ്കിൽ പേസ്റ്റ് ബിസിനസ്, ക്രീം ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് അത് ഫില്ല് ചെയ്യാം. കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസും അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഡീറ്റെയിൽസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ.